ഹായ് സുഹൃത്തുക്കളെ, നിങ്ങൾ അതിമനോഹരമായ ഈ കാഴ്ച കാണുന്നില്ലേ? ഇത് നിങ്ങൾ വിചാരിക്കും ചിലപ്പോൾ ഇത് ഗുണ്ടൽപേട്ടോ തമിഴ്നാട്ടിലൊക്കെ ആവുമെന്ന്. എന്നല്ല കേട്ടോ, ഇത് നമ്മുടെ പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിക്കടുത്ത് തിരുമിറ്റക്കോട് എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമത്തിലുള്ള ഒരു കാഴ്ചയാണ്. ഭാരതപ്പുഴയുടെ തീരത്ത് കിടക്കുന്ന അതിമനോഹരമായ ഒരു ഗ്രാമമാണ് തിരുമിറ്റക്കോട്. പട്ടാമ്പിൽ നിന്നും ഏകദേശം ഒരു 4 കിലോമീറ്റർ ദൂരത്തിൽ കിടക്കുന്ന ഒരു കൊച്ചു ഗ്രാമം. വയലുകളും തോട്ടങ്ങളും ഒക്കെയായി അതിമനോഹരിയായി ഇന്നും നിലകൊള്ളുന്ന ഒരു കൊച്ചു ഗ്രാമമാണ് നമ്മുടെ തിരുമിറ്റക്കോട്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും തിരുമിറ്റക്കോട് അഞ്ചുമൂർത്തി ക്ഷേത്രം. ഈ അഞ്ചുമൂർത്തി ക്ഷേത്രത്തിൻ്റെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന ശ്രീ ഇളയന്നൂർ ഭഗവതി ക്ഷേത്രം. ആ ക്ഷേത്രത്തിൻ്റെ മുറ്റത്താണ് ആ ക്ഷേത്ര ജീവനക്കാർ ഈ വസന്ത കാഴ്ച ഒരുക്കിയിരിക്കുന്നത്. ദേവസ്വം ഭൂമിയിൽ ഏകദേശം 50 സെൻറ്റ് സ്ഥലത്ത് അവിടുത്തെ കമ്മറ്റിക്കാരെല്ലാവരും ചേർന്നുകൊണ്ട് ചെണ്ടുമല്ലി കൃഷി തുടങ്ങിയിരിക്കുകയാണ്. നമ്മുടെ ഓണത്തിന് നമ്മുടെ നാട്ടുകാർക്കെല്ലാം ഉപകാരപ്രദമാകുന്ന രീതിയിൽ ഇപ്പോൾ അത് വിളവെടുത്ത് തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യക്കാരുണ്ടെങ്കിൽ ഞാനിവിടെ അതിൻ്റെ കോൺടാക്റ്റ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ഈ നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് പൂവ് ബുക്ക് ചെയ്യാവുന്നതാണ്. അത് അപ്പോൾ ഈ വീഡിയോ കാണുന്നതിനോടൊപ്പം നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എന്ത് മനോഹരമായൊരു കാഴ്ചയാണെന്നറിയോ? ഓറഞ്ചും മഞ്ഞയും കലർന്ന ഒരു പാടം. അത് നമ്മുടെ ഒരുപാട് ആൾക്കാർ ഇത് കാണാൻ വേണ്ടി മാത്രം വരുന്നുണ്ട്. അപ്പോൾ അവരോടൊരു അപേക്ഷയുണ്ട്. ഇവരിത് ലോണൊക്കെ എടുത്ത് അമ്പലത്തിൻ്റെ വികസനത്തിനായിട്ട് കൃഷി ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിലൂടെ നടക്കുമ്പോൾ ചെടികൾക്ക് കേട് മറ്റും വരാതിരിക്കാൻ വരുന്നവ ശ്രദ്ധിക്കണം. അത് നമ്മുടെ കൈയൊക്കെ തട്ടിയാൽ അത് ഒടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് കഴിയാവുന്ന ആൾക്കാർ പൂവെല്ലാം വാങ്ങി ഇവരോട് സഹകരിക്കണം എന്നുകൂടി അപേക്ഷിക്കുകയാണ്. ഇപ്രാവശ്യത്തെ അത്തപ്പൂക്കളം നമ്മുടെ നാട്ടിലെ പൂവ് കൊണ്ട് തന്നെ ആവട്ടെ. അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങൾക്ക് വേണ്ട പൂവുകൾ ഇവിടെ വന്ന് വാങ്ങി ഇവരോട് സഹകരിക്കുക. ഇത്തരം നല്ല നല്ല ഉദ്യമങ്ങൾ മറ്റുള്ളവർക്കും കൂടി ഒരു മാതൃകയാവട്ടെ.
അപ്പോൾ സുഹൃത്തുക്കളെ, ഈ വീഡിയോ ഇഷ്ടമായാൽ ദയവ് ചെയ്ത് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക.